സ്വാഗതം. രാഷ്ട്രീയ വാർത്തകൾ. തൊടുപുഴയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഇലക്ഷൻ തീർത്തും നാടകീയ രംഗങ്ങളിൽ കൂടി വിജയം കരസ്ഥമാക്കിയ ചെയർപേഴ്സനെ സ്വീകരണവും ആഹ്ലാദ പ്രകടനവും നടത്തി. പന്ത്രണ്ട് 8/2024 ചൊവ്വാഴ്ച പാർട്ടി ഓഫീസിൽ നിന്നും വൈകുന്നേരം 5 മണിക്ക് ആഹ്ലാദ പ്രകടനവും സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ വമ്പിച്ച പൊതുസമ്മേളനവും നയവിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് ടി.ആർ. സോമൻ, CPI VR പ്രമോദ് അധ്യക്ഷ പദവിയിൽ. ഉദ്ഘാടനം ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് സിബി വർഗീസ് നിർവഹിച്ചു. സഖാവ് മുഹമ്മദ് ബൈസിൽ, VV മത്തായി, KP മേരി, CPI സഖാവ് KK ശിവരാമൻ, PP ജോയി, കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ്, ജിമ്മി മറ്റത്തിൽപ്പാറ, ഘടകകക്ഷികളുടെയും പഞ്ചായത്ത് പാർട്ടി ഭാരവാഹികൾ ഉൾപ്പെടെ വൻ ജനസാഗരമായിരുന്നു സ്വീകരണ ചടങ്ങിൽ. പിന്നെ അവന്റെ കുടുംബം സംരക്ഷിക്കാൻ തൊഴിൽ കേസ് സഹായിക്കാം. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞങ്ങൾക്കെല്ലാം ഒരു നിലപാടുകളും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. സനീഷ് ജോർജ് രാജിവെച്ചു. ഞങ്ങൾ ആരെ സമീപിക്കില്ല. ഇന്നലെ ഞങ്ങൾ രാവിലെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു മത്സരിക്കണമെന്ന് ഏകപക്ഷീയമായി വിജയിക്കാനാവില്ല. ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് സിബി വർഗീസ് വിജയിച്ച ചെയർപേഴ്സൺ സബിന ബിജുവിനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ശേഷം ഉദ്ഘാടന പ്രസംഗം സഖാവ് സിബി വർഗീസ്. ജനങ്ങളോട് ആദ്യം തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക, അധികാരത്തിൽ പ്രധാനമാണ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി അഴിമതിരഹിതമായ ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മുനിസിപ്പൽ ചെയർമാൻ എന്ന തരത്തിൽ എന്നെ പിന്തുണച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ CPM പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഴിവിട്ട ഒരു മാർഗവും ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. സ്വഭാവങ്ങളുടെ ഭാഗമായി കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന നിലപാടെടുക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ. അതുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നതും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. ആ സനീഷ് ജോർജിന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ് ആഗ്രഹം കാണിച്ചില്ലല്ലോ. ഞങ്ങൾ തീരുമാനിച്ചത് 12 പേരുള്ള 12 പേരോട്ട് മാത്രം മതി. ഒരവിശുദ്ധമായ കൂട്ടുകെട്ട് ഉണ്ടാക്കേണ്ടതില്ലെന്ന് ഇടതുപക്ഷ ജനാധിപത്യയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് 12 പേർ വോട്ട് ചെയ്യാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിന്റെ ഭാഗമായി ഞങ്ങൾ മൂന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. സഖാവുകാരി ലോകപാതരായി കിടക്കുന്നതോട് പങ്കെടുക്കാൻ പറ്റില്ല. വേറൊരാൾ വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് വന്നില്ല. മറ്റൊരാളുണ്ട് ഞങ്ങളോടൊപ്പം നിന്നത്. അവരവസാനം 2 പ്രാവശ്യം നിലപാട് സ്വീകരിച്ചു. മൂന്നാമത്തെ കാര്യം, വേണ്ടപ്പെട്ട കുഞ്ഞാങ്ങൾ വന്ന് കയ്യെ പിടിച്ച
പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലെന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ 24 മണിക്കൂറിൽ ആ പിച്ചാമ്പിയെ ചട്ടകരിയെ വെള്ളത്തിനെടുത്ത് കളയുന്ന പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഷത്തെ പുറത്താക്കി അതിനർത്ഥം ഒരനുമതിക്കാരനെ സംരക്ഷിക്കാൻ ഞങ്ങളില്ല എന്നുള്ളതുകൊണ്ട് ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഏതായാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യമാണ് പൈസ വിളിച്ചിട്ട് പറഞ്ഞു വൈദ്യുതി സഹാവെ നമ്മൾ ജയിച്ചു, മുനിസിപ്പൽ നമ്മൾ പിരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ ഈശ്വര വിശ്വാസിയൊന്നുമല്ല, പക്ഷെ അധ്വാനിക്കുന്നവരും ഭാഗ്യമൊക്കെ എന്നെ പിന്നാലെ വരിക, നിനക്കുള്ളതാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ കർത്താവ് യേശുദേവൻ പറഞ്ഞ ആ വചനം നടപ്പാക്കാൻ ഈ കേരളത്തിൽ ഈ തൊടുവഴി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെന്ന് കർത്താവ് യേശുദേവന് മുന്നിൽ തോന്നി എന്നതാണ് സഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഭരണരംഗത്ത് അധികാരമാണ്. ഒരു തർക്കവും ഒരു അഴിമതിക്കാരനും തിരിക്കാൻ പാടില്ല, അഴിമതിക്കാരുടെ ഉദ്യോഗസ്ഥനിരിക്കാൻ പാടില്ല, ഒരഴിമതിക്കാരൻ ഉദ്യോഗസ്ഥനെ പിന്തുണക്കാൻ പാടില്ല. പക്ഷേ നീതിപൂർണ്ണ പ്രതിമായ ഭരണമുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സാമൂഹ്യ നീതിക്കും വേണ്ടി നിൽക്കുന്നതിന് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ തൊടുപുഴ മുനിസിപ്പൽ വിജയം LDF മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാന ചർച്ചാ വിഷയമായി. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.